നിതിൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അങ്ങനെ കൂടി വരികയാണ്. NDAയുടെ ഘടകകക്ഷിയായ 2020യുടെ സ്ഥാനാർത്ഥി പട്ടിക കണ്ടപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. ഇത് അമ്മയുടെ തെരഞ്ഞെടുപ്പാണോ എന്നറിയാത്ത രീതിയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ 2020ക്ക് യഥാർത്ഥത്തിൽ സജീവ പ്രവർത്തകർ ഇല്ലാത്തത് കൊണ്ടാണോ, എന്തായിരിക്കാം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം? തീർച്ചയായും തീപാറുന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020യുടെ സ്ഥാനാർത്ഥി പട്ടിക കണ്ട ഏതൊരാളും ആദ്യം കരുതിയ ചേച്ചി പറഞ്ഞ പോലെ ഇത് അമ്മയിലേക്കുള്ള, അതായത് സിനിമാ സംഘടനയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണോ എന്നാണ്. രാഷ്ട്രീയത്തിന്റെ ബാലബോധം പോലും അറിയാത്ത ആളുകളെയാണ് പലയിടത്തും മത്സരിപ്പിക്കുന്നത്. ഒരു വീണ നായർ ഏറ്റുമാനൂരിൽ മത്സരിക്കുന്നു, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന മറ്റൊരു നടി മൂവാറ്റുപുഴയിൽ മത്സരിക്കുന്നു, അഞ്ജലി നായർ എന്ന് പറയുന്ന നടി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നു, അഖിൽ മാരാര് തൃക്കാക്കരയിൽ മത്സരിക്കുന്നു. അല്ല, അഖിൽ മാരാർ പോട്ടെ, കുറച്ച് രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒരു ഇടപെടൽ നടത്താറുണ്ട് എന്ന് പറയാം. ഇപ്പൊ സിനിമാ താരങ്ങളെ മത്സരിപ്പിക്കരുത് എന്നല്ല, ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും സിനിമാ താരങ്ങളെ പരീക്ഷിക്കാറുണ്ട്. ഇത് മറ്റേ തമിഴ്നാട്ടിലും തെലങ്കാനയിലും ഒക്കെ ഈ മൊത്തത്തിൽ സിനിമാക്കാരെ മാത്രം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്ന ഒരു, അതായത് രാഷ്ട്രീയ ബോധമില്ലാത്ത ആൾക്കാരെ സ്വാധീനിക്കാവുന്ന ഒരു എളുപ്പ മാർഗമാണ് സിനിമാ താരങ്ങളെയൊക്കെ ഈ മത്സര രംഗത്ത് ഇറക്കുക എന്നുള്ളത്. ഇപ്പൊ ആ ഒരു രീതിക്ക്, അതായത് ഇത് മലയാളികളെ ഒരുമാതിരി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന പോലെ തോന്നിയ അങ്ങനെയാണ്. തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ പ്രേം നസീറിനെ മത്സരിച്ചിട്ടും പരാജയപ്പെടുത്തിയ ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അവിടെ ഗണേഷ് കുമാർ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയത്തിലും സജീവമായ വ്യക്തിയാണ്. അതിന്റെ ഗുണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ജഗദീഷ് മത്സരിച്ചപ്പോൾ ജഗദീഷ് ഒരു സുപ്രഭാതത്തിലാണ് സ്ഥാനാർത്ഥിയെന്ന് ജനങ്ങൾ തിരസ്കരിച്ചു. ഇപ്പൊ രമേശ് പിഷാരടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. രമേശ് പിഷാരടി വർഷങ്ങളായി കോൺഗ്രസ് വേദികളിൽ, കോൺഗ്രസിന്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു സിനിമാക്കാരൻ എന്ന പോലെ തന്നെ ഒരു കോൺഗ്രസ് സഹയാത്രിയാണ്. പക്ഷേ ലക്ഷ്മിപ്രിയയോ വീണ നായരെയോ ഒന്നും കേരളത്തിലെ ഒരു പൊതു പ്രവർത്തന രംഗത്ത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അത് മാത്രമല്ല നിതിൻ, ഈ പൊതുപ്രവർത്തന രംഗത്ത് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോ ചില ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലെങ്കിൽ പോലും നമ്മളെ സാമൂഹികമായി ബാധിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, പല വിഷയങ്ങൾ നമ്മൾ നേരിടുമ്പോൾ അതിൽ അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അതിന്റെ ശരിയും തെറ്റും വിലയിരുത്തൽ അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. പക്ഷെ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇന്ന് വരെ രാഷ്ട്രീയപരമായോ സാമൂഹ്യപരമായോ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും ഒരിടപെടലോ ഒരു അഭിപ്രായ പ്രകടനമോ ഒന്നും നടത്തി കണ്ടിട്ടില്ല ഇതുവരെ. തീർച്ചയായും അത്തരത്തിൽ കേരളത്തിനെ ബാധിക്കുന്ന ഒരു വിഷയങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർക്കെല്ലാം ഒരു സമയത്ത് രാഷ്ട്രീയക്കാരെ വളരെ പുച്ഛമായിരുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളാണ് ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വരുന്നത്. 2020യെ സംബന്ധിച്ചിടത്തോളം 2020 രാഷ്ട്രീയ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നേരത്തെ കുന്നത്ത് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്ത് നാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 2020ക്ക് തൃക്കാക്കരയിലും മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരിലും ഒക്കെ അത്യാവശ്യം വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം, കേരളത്തിലെ LDF-നും UDF-നോടും BJP-യോടും താല്പര്യമില്ലാത്ത ആളുകൾ, അവർക്ക് മറ്റൊരു ചോയ്സ് ആയിരുന്നു ഈ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അങ്ങനെയാണ് അതിന് ആളുകൾ വോട്ട് നൽകിയതും. ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം പോലെയല്ല ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നാടിനെ സേവിക്കാനാണ്. അതുകൊണ്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുമായി യാതൊരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചാണ് 2020യുടെ രൂപീകരണം. അത് തന്നെയായിരുന്നു 2020ക്ക് എറണാകുളം ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ കുന്നത്തനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം നേടിക്കൊടുത്തു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇതേ വിമർശനം ഉന്നയിച്ച BJP-യുടെ ആലയിൽ കൊണ്ടുപോയി 2020യെ കെട്ടുക മാത്രമല്ല, ഇപ്പോൾ ഒരു BJP-യുടെ B ടീമായിട്ടാണ് 2020 നേതൃത്വം പണിയെടുക്കുന്നത്. അതിന്റെ BJP-യിൽ ഇപ്പോൾ വലിയ പ്രശ്നമുണ്ട്. കാരണം തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുന്ന BJP-യാണ്. അവിടെ 2020ക്ക് അവർ സീറ്റ് കൊടുത്തു എന്ന് മാത്രമല്ല, ആർക്കും അറിയാത്ത ഏതോ 2 സീരിയൽ മാത്രം മുഖം കാണിച്ച ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിലൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധ്യത കളഞ്ഞു കുളിച്ചു എന്നാണ് BJP നേതാക്കന്മാർ അടക്കം പറയുന്നത്. നേരത്തെ BJP മത്സരിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. KS രാധാകൃഷ്ണനും അതിനു മുമ്പ് തുറവൂർ വിശ്വംഭരനും അടക്കമുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ച തൃപ്പൂണിത്തുറ പോലെ ഒരു മണ്ഡലത്തിൽ, രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് തൊട്ടടുത്ത വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിലെ MLA ആണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപനമുണ്ടോ? അവിടെ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു മണ്ഡലത്തിൽ, BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ 2020ക്ക് സീറ്റ് കൊടുക്കുകയും രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതിൽ BJP അണികളും BJP നേതാക്കന്മാരും ഒരേപോലെ അസംതൃപ്തി. എന്തായാലും തെലങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പരീക്ഷിച്ച് വിജയിച്ച, ഒരു പരിധിവരെ വിജയിച്ച തന്ത്രം എന്തായാലും കേരളത്തിൽ നടപ്പാകില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. 2020ക്ക് അവർക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു മതിപ്പ് പോകുന്നത് തന്നെ ഇത് കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവർക്ക് അതിന്റെ കൃത്യമായി തെരഞ്ഞെടുപ്പ് രംഗം അതിന്റെ ചൂട് അതിന്റെ കൊടുമുടിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. കാരണം
ഇവർക്ക് ഈ നടിമാർക്ക് അല്ലെങ്കിൽ ഇവരെ നടിമാരായതുകൊണ്ട് കുറ്റം പറയല്ല, ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു അഭിപ്രായം പറയാൻ അവർക്ക് കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇവർ നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം പിടിച്ച് വേണ്ട, ഒരു പൊതുജനങ്ങൾ നേരിടുന്ന ഒരു വിഷയത്തിൽ ഇവർക്കൊരു അഭിപ്രായം നമ്മൾ അവരുടെ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കിയാൽ അവർ അത്തരം ഒരു വിഷയത്തിൽ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അവർക്ക് അത്തരം ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കണ്ട് 2020 പോലെയുള്ള ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടി ഇവരെ സമീപിക്കുകയും ഇവരെ സ്ഥാനാർത്ഥിയാക്കി ചെയ്തിരിക്കുന്നു. ഇവര് വിചാരിക്കുന്നത് ഞങ്ങളെ ജനങ്ങൾ ജയിപ്പിക്കുമെന്നാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ആന്ധ്രയിലെയോ തമിഴ്നാട്ടിലെയോ തെലങ്കാനയിലെയോ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അതല്ല, ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ തന്നെ കിടപിടിച്ച ആൾക്കാർ, രാഷ്ട്രീയ പാർട്ടിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച് ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുകയും സജീവമായി നിൽക്കുന്നവർക്ക് വരെ ഈ കേരളത്തിലെ ജനങ്ങൾ ചുട്ട മറുപടികൾ കൊടുത്ത കാലങ്ങളാണ്. ഞാൻ പറഞ്ഞ സാക്ഷാൽ പ്രേം നസീർ അദ്ദേഹത്തിന്റെ ഏറ്റവും അഭിനയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് മത്സരിച്ചിട്ട് ചെറിയൻകീഴിൽ മത്സരിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പരാജയപ്പെടുത്തിയതാണ്. രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അവരുടെ മുന്നിൽ ഇത്തരം ഉടായ്പ നാടകങ്ങളുമായി കൊണ്ടുവന്നാലും ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി 2020 മനസ്സിലാവും. 2020 അല്ല മനസ്സിലാകാൻ പോകുന്നത് BJPക്ക് അത് വലിയ ക്ഷീണം. കാരണം തൃപ്പൂണിത്തുറ പോലത്തെ ഒരു മണ്ഡലത്തിൽ BJP 2020 സീറ്റ് കൊടുത്തപ്പോൾ അവർ പിടിവാശി പിടിച്ചു വാങ്ങിയ സീറ്റിൽ അവർ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് എന്തിനാണ് എന്നൊരു ചോദ്യമാണ് BJP നേതാക്കന്മാർ ചോദിക്കുന്നത്. ശരിക്കും ഈ 2020 അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നേതാക്കന്മാരില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. സാബു ജേക്കബിന്റെ ഒരു ഏകപക്ഷീയ നിലപാടിനെ അടിച്ചേൽപ്പിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ, അതിന് വേറെ കുറെ ഭാരവാഹികൾക്ക് അവരെ ഇതൊന്നും മനസ്സിലാക്കാതെ 2020 അല്ലെങ്കിൽ സാബു ജേക്കബിന്റെ ഒരു ഏറാൻ മൂളിയായി നിൽക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ഇപ്പൊ ഈ 2020 ഇപ്പൊ കുറച്ചു കാലങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ അവർക്ക് സജീവമായ പ്രവർത്തകർ ഉണ്ടാവാം. അപ്പോൾ ആൾക്കാരുമായി ഇടപെടുന്ന ഇപ്പൊ ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് 2020 ഇത്രയും പ്രചാരം നേടിയത് തന്നെ. അപ്പോൾ ജനങ്ങളുമായി ഇടപഴകുന്ന കുറച്ചെങ്കിലും ഒരു വിരലിലുണ്ടാവുന്ന ആൾക്കാരെങ്കിലും ഈ 2020 ഉണ്ടാവില്ലേ? തീർച്ചയായും അത്തരം നേതാക്കന്മാർക്കൊന്നും അതിൽ ഒരു സ്കോപ്പുമില്ല, അല്ലെങ്കിൽ അവരുടെ വാക്കിന് വിലയില്ല എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം, ഇവർക്ക് വിജയപ്രതീക്ഷയുള്ള സീറ്റാണ് കുന്നത്തനാട് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഒരാഴ്ച മുമ്പ് കോൺഗ്രസ് വിട്ട പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്വദേശിയായ വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ് കുന്നത്തനാട് വന്ന് മത്സരിക്കുന്നത്. കുന്നത്തനാട് മണ്ഡലത്തിൽ ഇത്രയും കാലം 2020 അടിമകളായി നിന്ന, അല്ലെങ്കിൽ ഈ സാബു ജേക്കബിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ ഇവർ ഒഴിവാക്കി. അതായത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കച്ചവടമാണ്. ആ കച്ചവടത്തിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ് വരുന്നത്, അവർക്ക് സീറ്റ് കൊടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പേയ്മെന്റ് സീറ്റ് അടക്കമുള്ള ആരോപണങ്ങൾ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ 2020 അകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ BJP NDA പാളയത്തിലേക്ക് ഇവരെത്തിയപ്പോൾ തന്നെ BJPയുടെ പല നേതാക്കന്മാർക്കും അസംതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ BJP കഴിഞ്ഞാൽ NDA മുന്നണിയിൽ 10 ആളുകൾ കൂട്ടാൻ ശേഷിയുള്ള ഒരു പാർട്ടി 2020 ആണ്. എറണാകുളം ജില്ലയിലെ ചില മേഖലയിൽ അവർക്ക് സ്വാധീനമുണ്ട്. അവരുടെ സ്വാധീനം നമ്മൾ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ തന്നെ അവർക്ക് വിനയായി മാറുകയാണ്. ഈ സിനിമാ നടിമാരെ വെച്ചുള്ള ഇവരുടെ അഭ്യാസ പ്രകടനം, അല്ലെങ്കിൽ സിനിമാ നടിമാരെ മത്സരിപ്പിച്ച് ഇടത് വലത് മുന്നണികളെ വെല്ലുവിളിക്കാമെന്ന ഒരു സ്വപ്നം സാബുവിന്റെ ഇപ്പം തന്നെ പൊലിഞ്ഞിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ തവണ BJPക്കോ NDAക്കോ കിട്ടിയ വോട്ടുകൾ പോലും പല മണ്ഡലത്തിലും ഇത്തവണ കിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം.